ഹായ് എവ്രി വൺ. നമ്മൾ പൈത്തണിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും പഠിക്കുന്നുണ്ടെങ്കിലും ചില ഫീച്ചേഴ്സ് നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകാറുണ്ട്. അങ്ങനെ മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു ഫീച്ചറിനെ കുറിച്ച് പഠിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. എല്ലാവർക്കും പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് അറിയാം അല്ലേ? പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം പ്രിന്റ് എഴുതുന്നു. അതിനുശേഷം നമുക്ക് വേണ്ട എന്താണ് ഔട്ട്പുട്ട് ആയിട്ട് കാണേണ്ടത് അത് അതിലേക്ക് പാസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പ്രിന്റ് ഹായ്. ദെൻ നമ്മൾ അതിനുശേഷം ഇവിടെ തന്നെ പ്രിന്റ് ഗുഡ്. ദെൻ പ്രിന്റിനകത്ത് തന്നെ മോർണിംഗ്. നമ്മൾ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഓരോരോ ന്യൂ ലൈൻസ് ആയിട്ടാണ് പ്രിന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ പ്രിന്റിനകത്ത് എന്ത് പാസ് ചെയ്താലും അത് ന്യൂ ലൈൻ ആയിട്ടാണ് പ്രിന്റ് ചെയ്യുക. നമുക്കിതെല്ലാം ഒറ്റ ലൈനിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കെ, ഇന്നത് പലർക്കും അത് അറിയാതിരിക്കാം, അറിയത്തില്ലാത്തവരാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇതിനകത്ത് അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രിന്റിനകത്ത് തന്നെ നമ്മൾ എൻഡ് എന്ന് പറയുന്നൊരു പാരാമീറ്റർ ഉണ്ട്. ആ പാരാമീറ്ററിന് വാല്യൂ കൊടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഒരു കോമ കൊടുത്തതിനു ശേഷം എൻഡ് ഈക്വൽ ടു ജസ്റ്റ് കോഡ്സ് കൊടുക്കുന്നു. ഓക്കെ, ഇതേപോലെ തന്നെ എല്ലാത്തിനകത്തും കൊടുക്കുക. ഹായ് ഗുഡ് മോർണിംഗ് എന്ന് കിട്ടി. ഇവിടെ നമ്മൾ സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് രണ്ടേ സ്പേസ് ഉള്ളതാണ് അത്രയും ലാർജ് സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. സോ ജസ്റ്റ് സ്പേസസ് എന്ന് കളയാമെങ്കിൽ കുറച്ചുകൂടെ അടുത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പ്രിന്റിന് ശേഷം എന്താണ് ഇവിടെ വരേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു എൻഡ് വെച്ച് കൊടുക്കുന്നത്. ഈ എൻഡിനകത്ത് നമ്മൾ ന്യൂ ലൈൻ കൊടുത്താൽ നമുക്ക് സാധാ കിട്ടുന്ന പോലെ ന്യൂ ലൈൻ ആയിട്ട് അത് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഹായ് ഗുഡ് മോർണിംഗ്, ഹായ് ഗുഡ് ഒരുമിച്ച് നിന്നിട്ട് ന്യൂ ലൈൻ കൊടുക്കുന്നതുകൊണ്ട് മോർണിംഗ് നെക്സ്റ്റ് ലൈനായിട്ട് വരും. അപ്പൊ സിംഗിൾ ലൈനിലേക്ക് നമുക്ക് എല്ലാം കിട്ടണമെങ്കിൽ, ഒറ്റ ലൈനായിട്ട് കിട്ടണമെങ്കിൽ എൻഡ് ഈക്വൽ ടു ന്യൂ ലൈൻ, എൻഡ് ഈക്വൽ ടു നമ്മൾ വാല്യൂ കൊടുത്താൽ മതി. എൻഡിനകത്തേക്ക് ഒരു സ്പേസ്, വൈറ്റ് സ്പേസ് കൊടുത്താൽ മതി. അപ്പൊ അത് ആ ഒരു ഒറ്റ സ്ട്രിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. Okay, try it. Bye.